പക്ഷെ ഞാൻ എവിടെ പോവാണെങ്കിലും ഇപ്പോഴും അതിലെ ദേവിയെ പറ്റിയാണ് എപ്പോഴും എന്നോട് ആൾക്കാർ പറയാറ്. കിരീടം എന്ന ഈ ഒരു ചിത്രം നമ്മൾ മലയാളികൾക്ക് ബാക്കി വെച്ച നൊമ്പരങ്ങളിൽ ഒന്ന് അത് സേതുമാധവന്റെയും ദേവിയുടെയും പ്രണയവും വേർപാടും തന്നെയായിരുന്നു. ഇന്നും അത് ആലോചിക്കുമ്പോൾ എവിടേക്കോ നമ്മളുടെ മനസ്സിൽ ഒരു കുളുത്തു വലി വരാറുണ്ട് അല്ലെ. ശ്രീ ലോഹിതദാസ് അവരുടെ തിരക്കഥയിൽ ശ്രീ സിബി മലയിൽ സാർ കിരീടത്തിന് ഒരു ചിത്രം നൽകിയപ്പോൾ ആ ദേവിക്ക് ജന്മം നൽകിയത് നമ്മൾ മലയാളികളുടെ എല്ലാ കാലത്തെയും സൗന്ദര്യ സങ്കല്പമായിരുന്ന ഇപ്പോഴും ആകുന്ന ഒരേ ഒരാളാണ് the very own Mrs. Parvati Jairam. May I very humbly request you to kindly join with us on this stage. അന്നും ഇന്നും അതേ സൗന്ദര്യത്തോടു കൂടി, അതേ വിടർന്ന കണ്ണുകളോടുകൂടി, അതേ പുഞ്ചിരിയോടുകൂടി here she joins with us, the very own Parvati Jairam with us. Thank you so much, ma'am. എല്ലാവർക്കും നമസ്കാരം. കിരീടം എന്ന സിനിമ ഇപ്പോൾ 37 ഇയേഴ്സായി റിലീസായിട്ട്. പക്ഷെ ഞാൻ എവിടെ പോവാണെങ്കിലും ഇപ്പോഴും അതിലെ ദേവിയെ പറ്റിയാണ് എപ്പോഴും എന്നോട് ആൾക്കാർ പറയാറ്. അതെനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ അപ്രിസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ്. എന്നെ 2-3 ദിവസം മുമ്പ് സിബി സാർ വിളിച്ചപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു കടം വീട്ടാനുണ്ട്. ഞാൻ ഇത്രയും വർഷമായിട്ട് ആരോടും ഞാനൊരു നന്ദി ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്നെ വിശ്വസിച്ച് ഈ ഒരു ക്യാരക്ടർ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് സിബി സാറിനോട്, ഉണ്ണിച്ചേട്ടൻ, ദിനേശ് പണിക്കർ, വിജയകുമാർ സാർ, എല്ലാവരോടും, കുമാർ സാർ, എല്ലാവരുടെയും പേര് പറയണമെന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലാലേട്ടൻ്റെ അടുത്ത് ഏറ്റവും നല്ലൊരു സപ്പോർട്ടിങ് കോസ്റ്റാറായിട്ട് നിന്നതിന് എനിക്കറിയില്ല ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്നുള്ളത്. വളരെ സന്തോഷമുണ്ട്. തിരിച്ചും ഈ ഒരു എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയല്ലോ. താങ്ക് യു സോ മച്ച്. Thank you so much, ma'am.